നമ്മുടെ ബ്രസീൽ ആരാധകർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയാം. നമ്മുടെ ലോകകപ്പിൻ്റെ ചരിത്രമെടുത്താൽ, അതായത് 1930 മുതൽ 2020 വരെയുള്ള ലോകകപ്പുകളുടെ ചരിത്രമെടുത്താൽ കൗതുകരമായ ഒരു കാര്യമുണ്ട്. ഇതുവരെ ഒരു വിദേശ കോച്ച് പരിശീലിപ്പിച്ച ഒരു ടീമും ലോക ജേതാക്കളായിട്ടില്ല. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്കങ്ങ് എണ്ണി നോക്കാം. 2022 അർജന്റീന ജേതാക്കളാകുമ്പോൾ കോച്ച് ലയണൽ സ്കലോണി, 2018 ഫ്രാൻസ് ജേതാക്കളാകുമ്പോൾ കോച്ച് ദിദിയർ ദേശാംസ്, 2014 ജർമ്മനി ജേതാക്കളാകുമ്പോഴോ അന്ന് കോച്ച് ജർമ്മൻകാരൻ തന്നെയായിട്ടുള്ള യോക്കിം ലോ, 2010 സ്പെയിൻ ജേതാക്കളാകുമ്പോൾ വിസെന്റ് ഡെൽ ബോസ്കെ, 2006 ഇറ്റലി ജേതാക്കളാകുമ്പോൾ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള മൈസ്ലോ ലിപ്പി, 2002 ബ്രസീൽ ജേതാക്കളാകുമ്പോൾ കോച്ച് ബ്രസീലിൽ ജനിച്ച ലൂയിസ് ഫിലിപ്പ് സ്കൊളാരി. അതായത് ഒരു വിദേശ പരിശീലകൻ ഇതുവരെയും ഒരു ലോകകപ്പ് നേടിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ബ്രസീൽ ചരിത്രത്തിലെ ആദ്യത്തെ വിദേശ കോച്ചായിട്ടുള്ള കാർലോ ആഞ്ചലോട്ടിയുടെ ശിക്ഷണത്തിലാണ് ബ്രസീൽ ഇക്കുറി ലോകകപ്പ് വരുന്നത്. കാർലോ ആഞ്ചലോട്ടി ചരിത്രം തിരുത്തി കുറിക്കുമോ, അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെ പരിശീലകനായിട്ടുള്ള സ്പാനിഷുകാരൻ റോബർട്ടോ മാർട്ടിനസ് ആയിരിക്കുമോ ഈ ചരിത്രം മാറ്റിക്കുറിക്കുക? നമുക്ക് നോക്കാം. ഇതുപോലെ അർജന്റീന ആരാധകർക്ക് ഒട്ടും ഇഷ്ടമാകാത്തൊരു സ്റ്റാറ്റ്സ് ഉണ്ട്. നമ്മുടെ ലോകകപ്പിന് തൊട്ട് മുമ്പായിട്ട് ഫിഫ റാങ്കിങ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഏറ്റവും ആഘോഷിച്ചത് അർജന്റീനക്കാരാണ്. കാരണം അർജന്റീന 1ാം റാങ്കിലേക്ക് തിരികെ എത്തി. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. ഇന്ന് വരെ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതായിട്ടുള്ള ഒരു ടീം ലോകകപ്പ് വിജയിച്ചിട്ടില്ല. നമുക്ക് സംശയമുണ്ടെങ്കിൽ കൂട്ടി നോക്കാം. 2022 അർജന്റീന ജേതാക്കളാകുമ്പോൾ അന്നത്തെ 1ാം റാങ്കുകാർ ബ്രസീലായിരുന്നു. 2018 ജർമ്മനിയായിരുന്നു 1ാം റാങ്കുകാർ, പക്ഷേ അന്ന് വിജയിച്ചത് ഫ്രാൻസ് ആണ്. 2014 1ാം റാങ്കിലുള്ളത് സ്പെയിൻ, പക്ഷേ അന്ന് കപ്പടിച്ചത് ജർമ്മനി. 2010 1ാം റാങ്കിലുള്ളത് ബ്രസീലാണ്, പക്ഷേ കപ്പടിച്ചത് സ്പെയിൻ. 2006 1ാം റാങ്കിലുള്ളതും ബ്രസീൽ തന്നെയാണ്, പക്ഷേ അന്ന് കപ്പടിച്ചത് ഇറ്റലി. 2002 1ാം റാങ്കിലുണ്ടായിരുന്നത് ഫ്രാൻസ് ആയിരുന്നു, പക്ഷേ അന്ന് ബ്രസീൽ ജേതാക്കളായി. പക്ഷേ 1998 കാര്യം നേരെ തിരിച്ചാണ്. അന്ന് 1ാം റാങ്കിൽ ഉണ്ടായിരുന്നത് ബ്രസീലായിരുന്നു, പക്ഷേ കപ്പടിച്ചത് ഫ്രാൻസ്. 1992 ഫിഫ ഈ രീതിയിലുള്ള റാങ്കിങ് തുടങ്ങുന്നത്. അതിനുശേഷം ഇന്നേ വരെ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള ഒരു ടീമും ഫിഫ ലോകകപ്പ് ജേതാക്കളായിട്ടില്ല. അപ്പോൾ നമുക്കറിയേണ്ടത് അർജന്റീന ഈ ചരിത്രം ഇക്കുറി തിരുത്തി കുറിക്കുമോ എന്നതാണ്. ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ 139ാം സ്ഥാനത്തേക്ക് വീണു. ഇന്നലെ വന്നൊരു വാർത്തയാണിത്. ഇന്നലെ നമ്മൾ ഈ വാർത്ത പോസ്റ്റ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കമൻ്റ് ഒന്ന് ഇങ്ങനെയാണ്: 140 കോടി ജനസംഖ്യയുണ്ടായിട്ടും ഇന്ത്യക്കൊരു 11 പേരെ കളിക്കാൻ കിട്ടിയില്ലേ? സംഗതി ശരിയാണ്. 140 കോടി ജനസംഖ്യയുണ്ടായിട്ടും ഒരു ലോകകപ്പിൽ ഇന്ത്യ കളിക്കാത്തത് നമുക്ക് വലിയ വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഈ ജനസംഖ്യയും ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ പെർഫോമൻസും തമ്മിൽ ബന്ധമുണ്ടോ? നമുക്ക് നോക്കിയാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ലോക ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലുള്ള 10 രാജ്യങ്ങളിൽ 8 രാജ്യങ്ങളും ഇത്തവണ ലോകകപ്പ് കളിക്കുന്നില്ല. ഇന്ത്യക്ക് പുറമെ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള ചൈനയില്ല. മറ്റ് ജനസംഖ്യയുള്ള രാജ്യങ്ങളായ ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, റഷ്യ, നൈജീരിയ എന്നിവരൊന്നും ഈ ലോകകപ്പ് കളിക്കുന്നില്ല. എന്നാൽ ഈ ടോപ്പ് 10-ൽ, അതായത് ജനസംഖ്യയിൽ ടോപ്പ് 10-ലുള്ള 2 രാജ്യങ്ങൾ മാത്രമേ ഇത്തവണ ലോകകപ്പ് കളിക്കുന്നുള്ളൂ. അതിലൊന്ന് ബ്രസീലാണ്, മറ്റൊന്ന് ആതിഥേയരായിട്ടുള്ള അമേരിക്ക. സാധാരണ നൈജീരിയ ലോകകപ്പ് കളിക്കുന്നതാണ്, പക്ഷേ അവർക്ക് യോഗ്യത കിട്ടിയില്ല. ജനസംഖ്യയിൽ മുന്നിലുള്ള റഷ്യക്കാണെങ്കിൽ ഫിഫയുടെ ബാനുമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ജനസംഖ്യയും ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ പെർഫോമൻസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കൂടാതെ നമ്മുടെ രാജ്യത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിന് അത്ര ജനസംഖ്യയുള്ള രാജ്യങ്ങൾ പോലും ലോകകപ്പ് കളിക്കുന്നുമുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കുറി ലോകകപ്പിന് ആദ്യമായിട്ട് വരുന്ന കുറസാവോ. 2010 ലോകകപ്പിൽ അൺബീറ്റൻ ആയിട്ടുള്ള ഒരേ ഒരു ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ ചാമ്പ്യന്മാരായിട്ടുള്ള സ്പെയിനല്ല. കാരണം സ്പെയിൻ എന്ന ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനെതിരെ പരാജയപ്പെട്ടിരുന്നു. അന്നത്തെ ലോകകപ്പിൽ അൺബീറ്റൻ ആയിട്ടുള്ള ടീം വളരെ കൗതുകമുയർത്തുന്നതാണ്. ലോകകപ്പിലെ കുഞ്ഞന്മാരെന്ന പേരോടെ വന്ന ന്യൂസിലാൻഡ് അന്ന് ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെട്ടില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും അവർ സമനിലയിൽ പിടിച്ചു. അതിൽ തന്നെ കരുത്തരായ ഇറ്റലിയെ, അതായത് അന്നത്തെ ലോക ചാമ്പ്യന്മാർ കൂടിയായിട്ടുള്ള ഇറ്റലിയെ അവർ സമനിലയിൽ പിടിച്ചു. പക്ഷേ ഈ 3 കളിയും സമനിലയായതോടെ അവർക്ക് ആകെ കിട്ടിയത് 3 പോയിന്റാണ്. പക്ഷേ ലോകകപ്പിൽ അൺബീറ്റനായി പുറത്തായ ഒരു ടീം എന്ന റെക്കോർഡ് ഇന്നും ന്യൂസിലാൻഡിൻ്റെ പേരിൽ തന്നെയാണ്. ഇതുപോലെ മറ്റൊരു കൗതുക സംഭവമുണ്ട്. 2006 ലോകകപ്പിലെ സ്വിറ്റ്സർലൻഡിൻ്റെ പേരിലാണ് ഈ റെക്കോർഡുള്ളത്. സ്വിറ്റ്സർലാൻഡ് അന്ന് പ്രീ ക്വാർട്ടർ അടക്കം 4 മത്സരങ്ങൾ കളിച്ചു. പക്ഷേ ഈ 4 മത്സരങ്ങളിലും അവർ ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്തില്ല. അതായത് ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളിലും അവർ ഗോൾ കൺസീഡ് ചെയ്തില്ല. അതിൽ തന്നെ കരുത്തരായ ഫ്രാൻസിനെതിരെ പിടിച്ച സമനില പലർക്കും ഓർമ്മയുണ്ടാകും. പ്രീ ക്വാർട്ടറിൽ ഉക്രൈനെതിരെയും അവർ ഗോൾ കൺസീഡ് ചെയ്തിരുന്നില്ല. പക്ഷേ ആ മത്സരത്തിൽ അവർ പെനൽറ്റി ഷൂട്ടൗട്ടിലാണ് പരാജയപ്പെട്ടത്. അതായത് ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാതെ ലോകകപ്പിൽ നിന്നും പുറത്തായ ഏക ടീം എന്ന റെക്കോർഡ് ഇന്നും സ്വിറ്റ്സർലൻഡിൻ്റെ പേരിലാണ്. പൗളോ റോസി, ഗാരി ലിനേക്കർ, കിലിയൻ എംബാപ്പെ, റൊണാൾഡോ നസാരിയോ, ഈ ഇതിഹാസങ്ങളൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ഒന്നാണ് ലോകകപ്പ് ഗോൾഡൻ ബൂട്ട്. ഈ ഗോൾഡൻ ബൂട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട അധികം ശ്രദ്ധിക്കാത്ത ഒരു പേര് കൂടിയുണ്ട്: ഒലെങ് സാലങ്കോ. 1994 ലോകകപ്പിൽ 6 ഗോൾ നേടിയ ബൾഗേറിയയുടെ ഇസ്റ്റോ സ്റ്റോയ്ക്കോവിനൊപ്പം ഗോൾഡൻ ബൂട്ട് പങ്കിട്ടയാളാണ് ഇദ്ദേഹം.
പക്ഷേ ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായ ഒരു ടീമിലെ ഒരാൾ ഗോൾഡൻ ബൂട്ട് നേടുന്നത് അന്ന് ആദ്യമായിരുന്നു. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. സലങ്കോ അന്ന് നേടിയ 6-ൽ 5 ഗോളും ഗ്രൂപ്പിൽ കാമറൂണിനെതിരെയായിരുന്നു. അഥവാ ഒറ്റ മത്സരം കൊണ്ട് സാലങ്കോ അനശ്വരനായി മാറി. 42-ാം വയസ്സിൽ ഗോൾ നേടി റോജർ മില്ല ഏറ്റവും പ്രായമേറിയ ഗോൾ സ്കോറർ ആകുന്നതും ഇതേ മത്സരത്തിൽ തന്നെയാണ്. ലയണൽ മെസ്സിയോ പെലെയോ അടക്കമുള്ള ഇതിഹാസങ്ങൾ അവരുടെ കരിയറിലെ എല്ലാ ലോകകപ്പിൽ നിന്നുമായി അടിച്ച ആകെ ഗോളുകളുടെ എണ്ണത്തിന് തുല്യമായ ഗോളുകൾ ഒരൊറ്റ ടൂർണമെൻറ്റിൽ നിന്ന് മാത്രം അടിച്ച ഒരു കളിക്കാരനുണ്ട്. ഫ്രാൻസിൻ്റെ ജസ്റ്റ് ഫോണ്ടെ. 1958 ലോകകപ്പിൽ മാത്രം കളിച്ച ഇദ്ദേഹം വെറും 6 മത്സരങ്ങളിൽ നിന്നാണ് 13 ഗോൾ അടിച്ചത്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡ് ഇന്നും ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഈ 13 ഗോളുകളും അദ്ദേഹം അടിച്ചതാകട്ടെ തൻ്റെ ബാക്കപ്പ് കളിക്കാരൻ നിന്ന് കടം വാങ്ങിയ ബൂട്ട് ഉപയോഗിച്ചായിരുന്നു എന്ന കൗതുകം വേറെയുമുണ്ട്. അങ്ങനെ ആ ബൂട്ടും താരവും ചരിത്രത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു.